ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പുതിയ വീഡിയോ നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ അവൾക്കൊരു 24 വയസ്സായി കാണും. അവൾക്ക് കല്യാണം ആലോചിക്കുന്നു, അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ അവൾക്കൊരു സംശയം എന്താണ്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നേരാവണ്ണം ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ കല്യാണം കഴിക്കാതെ, നിയമപരമായിട്ട് കല്യാണം കഴിക്കാതെ ലിവിങ് ടുഗദർ അല്ലേ നല്ലത്, ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്? അത് എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുവാണെങ്കിൽ, എന്നാൽ യാതൊരു ബാധ്യതയും ഇല്ലല്ലോ. ഇത് കുടുംബം, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരെയും നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നു. അവരുടെയൊക്കെ അഭിപ്രായങ്ങളെ മാനിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടുമോ? ഇങ്ങനെയൊക്കെയാണ് അവൾ ചോദിച്ചത്. അപ്പം ഞാനതിന് അവൾക്ക് മറുപടി കൊടുത്തു, എനിക്കറിയാവുന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിപ്പോൾ എല്ലാവരുടെയും ഒരു ആശങ്കയാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ പത്രത്തിലൊക്കെ ഇത് വല്ലാതെ കാണുന്നു. ഇന്നത്തെ തലമുറയിൽ കൂടുതലായിട്ടും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്ക് അതൊരു പേടി വിവാഹത്തോടുണ്ടാക്കും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. മറ്റുള്ളവർക്കും അതേ ചിന്താഗതിയുള്ള മറ്റു കുട്ടികൾക്കും അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കും ഒക്കെ കേൾക്കുകയാണെങ്കിൽ പ്രയോജനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം വിയോജിക്കാം, അതിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ സന്തോഷം. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യത്ത് ഇണയെ തിരഞ്ഞെടുക്കാനും നമ്മളെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനും അവരോടൊത്ത് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും 18ഉം 21ഉം ഒക്കെ വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഉത്തരവാദിത്വ ബോധം, ഉയർന്ന സാമൂഹിക ബോധം, മൂല്യബോധം, ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ സ്വന്തം ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന ഉദ്ദേശത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്ക് മാത്രമേ ഈ ലിവിങ് ടുഗദർ ബന്ധം സാധ്യമാവൂ. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം അതിനൊരു നിയമത്തിൻ്റെ പിന്തുണ ഇല്ല. നമ്മൾ രണ്ടുപേരും, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും ജീവിക്കുന്നു. അപ്പോൾ അവരെക്കുറിച്ച് ഇപ്പോഴും നമ്മുടെ കേരളീയ സമൂഹം അത്രത്തോളം പുരോഗമനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. എല്ലാവരും ഈ ചിന്താഗതിക്കാരായി മാറിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനൊരു ബന്ധത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അല്ലാത്തവർ ആണെങ്കിൽ, അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ, വിവാഹ ചടങ്ങുകളോട് എതിർപ്പുണ്ടെങ്കിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കുന്നതായിരിക്കും അനുയോജ്യമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഹെൽമറ്റ് നിർബന്ധമാണ് ഇവിടെ. അത് വന്നപ്പോൾ ഹെൽമറ്റ് പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടാവും എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ ആളുകൾ ഹെൽമറ്റ് വയ്ക്കുന്നുണ്ട്. അതല്ലാത്ത റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക, അവിടെ ഹെൽമെറ്റ് ഇല്ലാതെയും സ്കൂട്ടർ ഓടിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തലയോ നമ്മുടെ ആരോഗ്യത്തെയോ നമ്മുടെ ഇതോ അല്ല ആളുകൾക്ക് പ്രശ്നം. അവിടെ നിയമമാണ്, പൈസ കൊടുക്കേണ്ടി വരും നിയമം തെറ്റിച്ചാൽ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഹെൽമെറ്റ് വയ്ക്കുന്നത്. അതുപോലെ കോവിഡ് വന്ന സമയത്ത് മാസ്ക് ധരിച്ചവരെയും ധരിക്കാത്തവരെയും ഒക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാം രണ്ട് തരത്തിലുള്ള മനുഷ്യരിവിടെ ഉണ്ട്. നിയമം അനുസരിച്ച്, നിയമത്തെ പേടിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരും, അതല്ല മൂല്യബോധമുള്ളതുകൊണ്ട് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, ഇതൊക്കെ സന്തോഷകരമായി മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച് നല്ലത് വരാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ ആരാണ് എന്താണെന്ന് നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഒരു നിയമത്തിൻ്റെ പിന്തുണ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. ഏത് നിയമമാകുമ്പോൾ ചെയ്യുന്നവരും സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെയും കൂടി ഉള്ളവരുടെ ലോകമാണിത്. അതൊരു വ്യക്തിയുടെ ഉത്തരവാദിത്വ ബോധത്തെ ആശ്രയിച്ചിരിക്കും. പക്വതയുള്ള വ്യക്തികൾ മാത്രമേ
സ്ത്രീയും പുരുഷനും നിയമ പിന്തുണയില്ലാതെ ഒന്നിച്ചു താമസിക്കാം എന്ന തീരുമാനത്തിലെത്താവൂ എന്നാണ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോഴും സാമൂഹ്യപരമായി സ്ത്രീക്ക് പരിമിതിയുണ്ട്. കരാറില്ലാതെ രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതിൻ്റെ റിസ്ക് നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾ തന്നെയാണ്. പങ്കാളി പിരിഞ്ഞുപോയാൽ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത സ്ത്രീയാണെങ്കിൽ കരാറുള്ള വിവാഹം തന്നെയാവും അത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് യോജിച്ചത്. സ്വന്തം വരുമാനമുള്ള, സ്വതന്ത്രമായി ജീവിക്കാനുള്ള മാനസിക സ്വാതന്ത്ര്യവും കൂടിയുള്ള ഒരു സ്ത്രീ മാത്രമേ ലിവിങ് ടുഗദറിൽ ഏർപ്പെടാവൂ. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീ മാത്രമേ അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ മുന്നിട്ടിറങ്ങാവൂ എന്നാണ് നല്ലത്. ഒറ്റയ്ക്കൊരു വീട് കിട്ടാൻ പോലും പ്രയാസമുള്ള സാമൂഹ്യ അന്തരീക്ഷമാണ് ഇവിടെ നിലവിലുള്ളത്. വിവാഹം എന്ന സമ്പ്രദായത്തിൽ പോരായ്മകൾ ഉള്ളതുകൊണ്ട് പകരം വയ്ക്കുന്ന സമ്പ്രദായം വിവാഹത്തേക്കാൾ അപകടകരമാകരുതല്ലോ. പുരുഷനും സ്ത്രീക്കും തുല്യ സുരക്ഷ നടപ്പിലാകുന്ന സമ്പ്രദായത്തിൽ മാത്രമേ സമാധാനത്തോടെ ജീവിക്കാനാവൂ. നമുക്കറിയാം, ഇന്നത്തെ തലമുറ ലിവിങ് ടുഗദർ ബന്ധങ്ങൾ സാധാരണമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു വ്യക്തിയുമായി ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു മനുഷ്യനെ കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ബന്ധത്തിൽ എത്രത്തോളം സന്തോഷം അടങ്ങിയിരിക്കുന്നു എന്നും അറിയാൻ പറ്റുക. ഒരു വ്യക്തി അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും മറ്റേ വ്യക്തി അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായുള്ള ബന്ധം ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി, എങ്ങനെ അതിജീവിക്കുന്നു, ആത്മവിശ്വാസത്തോടെ നേരിടുന്നുണ്ടോ അതോ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടോ എന്നെല്ലാം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരുമിച്ച് താമസിക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്നതും എന്നാൽ പ്രേമിക്കുമ്പോൾ മനസ്സിലാവാതെ പോകുന്നതുമായ കാര്യങ്ങളാണ് ഇതെല്ലാം. വീട്ടിലെ കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ലിവിങ് ടുഗദർ ആകുമ്പോൾ രണ്ടുപേർക്കും ഈക്വൽ പാർട്ണർഷിപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം മുറ്റം അടിക്കുന്നത്, അതുപോലെ അടിച്ചു വാരുന്നത്, വൃത്തിയാക്കുന്നത്, ക്ലീനിങ്, പാത്രം കഴുകുന്നത്, ഇതെല്ലാം സ്ത്രീകളാണ് ചെയ്യേണ്ടത് എന്നൊരു ബോധത്തിലാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം രണ്ടുപേരും ചെയ്യുന്നുണ്ടോ, എന്നെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ലിവിങ് ടുഗദർ ബന്ധമാകുമ്പോൾ ചെയ്യേണ്ടതാണ്. അതിനാണല്ലോ അങ്ങനെ ഒരു ബന്ധം തിരഞ്ഞെടുക്കുന്നത്. സ്ത്രീകൾക്ക് പരിമിതികളുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു, അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല, രണ്ടുപേരും ചെയ്യണം എന്ന് വരുന്നവരാണ് വിവാഹം എന്ന് പറയുന്ന കരാറിൽ ഏർപ്പെടാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും വിവാഹം എന്ന കരാറിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക, എന്നാൽ വിവാഹിതരെ പോലെ തന്നെ ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ലിവിങ് ടുഗദറിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കുക. കാരണം വിവാഹത്തിൻ്റേതായ യാതൊരു നിയമകെട്ടുപാടുകളും ഇല്ലാതെ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നത് ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ സമൂഹം അംഗീകരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് രണ്ടുപേരെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഈ സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരുണ്ട്. അതിനവർ കണ്ടെത്തുന്ന ഗുണവശം രണ്ടുപേർക്കും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അവരവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു എന്നതാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ തുക പങ്കിടാം. ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീയുടേത് മാത്രമായി മാറുന്നില്ല. ബാധ്യതകളില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാർഗം തിരഞ്ഞെടുക്കും. വളർന്നു വരുന്ന തലമുറയിലെ കുറച്ചുപേരെങ്കിലും യാഥാസ്ഥിതിക ചുറ്റുപാട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലാതായിട്ടുണ്ട്. വിവാഹാനന്തര പീഡനങ്ങൾ 20കളിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്നതിൻ്റെ വാർത്തകൾ അറിയുമ്പോൾ അടുത്ത തലമുറ വിവാഹം വേണ്ട, സഹജീവിതം മതി എന്ന് തീരുമാനമെടുത്തേക്കാം. വിവേകമുള്ളവരാണ് മനുഷ്യർ. രക്ഷിതാക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഉപേക്ഷിക്കാൻ സാധിച്ചു എന്ന് വരും, എന്നാൽ സമൂഹത്തെ മൊത്തം ഉപേക്ഷിക്കാൻ പറ്റില്ല. എങ്ങനെയായാലും സമൂഹം ചെലുത്തുന്ന സ്വാധീനം വ്യക്തികളെ ബാധിക്കും. അതിന് കീഴ്പ്പെടേണ്ടതായും വരും. സഹജീവികളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാമൂഹ്യ ജീവിയായ മനുഷ്യന് ബാധ്യതയുണ്ട്. സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കുന്നത് അവരവരുടെ പ്രവൃത്തികളെ ആശ്രയിച്ചുമാണ്. നിയമപരമായി സാധുത ഉണ്ടെങ്കിലും സമൂഹം ഇപ്പോഴും അതിനെ മോശമായി തന്നെ കാണുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ പക്വതയുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാഹം കഴിച്ചാൽ വിവാഹമോചനത്തിന് പോയാൽ സ്ത്രീക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ലിവിങ് ടുഗദർ ബന്ധം തിരഞ്ഞെടുക്കുന്ന ബിരുദന്മാരുമുണ്ട്. ജീവിക്കാൻ വരുമാനമില്ലാത്തവരാണ് സ്ത്രീ പങ്കാളിയെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ നിയമപരമായി ഈ ബന്ധത്തിലും ബാധ്യതയുണ്ട്. ആകെയുള്ള നേട്ടം എന്നത് എപ്പോൾ ഈ ബന്ധം വേണ്ട എന്ന് തോന്നുന്നുവോ അപ്പോൾ പിരിയാം, ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ടതില്ല എന്നത് മാത്രമാണ്. പക്ഷെ ചിലർക്ക് അറിഞ്ഞുകൂടാ ഇതിൽ നിയമപരമായിട്ട്
വിവാഹം കഴിച്ചില്ലെങ്കിൽ പങ്കാളിക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അറിയാതെ ചിലരിതിൽ എങ്ങനെ എന്നാൽ പിന്നെ വിവാഹമോചനം ചെയ്യുവാണെങ്കിൽ ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അതും ശ്രദ്ധിക്കുക. പുറത്ത് പോകുന്നതിനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ മറ്റേ വ്യക്തിക്ക് വിവാഹിതരെ പോലെ തടസ്സം നിൽക്കുവാൻ സാധ്യമാകില്ല. രണ്ട് വീട്ടുകാരുടെയും അനുവാദം ചോദിച്ച ഒരു കാര്യവും ചെയ്യേണ്ടി വരില്ല. ഇതെല്ലാം ബാധ്യതയായി കരുതുന്നവർ ഇന്നത്തെ സാഹചര്യത്തിൽ ലിവിങ് ടുഗദർ തിരഞ്ഞെടുത്താൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. വീട്ടുകാരുടെ ഇടപെടൽ അത്രത്തോളം ചിലരെ പ്രയാസത്തിലാക്കുന്നതാണ്. സമൂഹം തന്നെയാണ് പുതിയ തലമുറയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ബുദ്ധിയും തിരിച്ചറിയും വ്യക്തിത്വം ഉള്ളവർ മാത്രമേ സാമൂഹ്യപരമായി അംഗീകാരം ലഭിക്കാത്ത ഈ ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോത്ര കുടുംബത്തിൽ നിന്നും കൂട്ടുകുടുംബത്തിലേക്കും പിന്നീട് അണുകുടുംബത്തിലേക്കും മാറിയ നാം ഇപ്പോൾ അവനവൻ കുടുംബത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം വിവാഹത്തിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണമെന്ന് അവർ തിരിച്ചറിയുന്നു. പഴയ കാലത്ത് എല്ലാവരും വീട്ടുകാരുടെ അനുവാദത്തോടെ ഉള്ളൊരു ഏകദേശം ഒരു ലിവിങ് ടുഗദർ ബന്ധം തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നീടാണ് നിയമപരമായ വിവാഹ സമ്പ്രദായം ആവിർഭവിച്ചത്. ലിവിങ് ടുഗദറായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഇന്നത്തെ കേരളീയ സമൂഹം ഉയർന്നിട്ടില്ല. പ്രണയം നഷ്ടമായെന്ന് തോന്നുമ്പോൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും കത്തിയെടുത്ത് കുത്താനും വിഷം നൽകാനും വെടിയുതിർക്കാനും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി പറയുന്നവരും കൂടിയുള്ള സമൂഹമാണ് ഇവിടെയുള്ളത്. തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശക്തമായതും ഉറച്ചതുമാണെങ്കിൽ ജീവിതം മരിച്ച പോലെ ജീവിക്കേണ്ടി വരില്ല. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സാഡിസ്റ്റ് ആയവർ നമുക്കിടയിലുണ്ട്. പൊസസീവ്നെസ് നല്ലതായ അങ്ങനെയുള്ള നായകനെ സിനിമയിൽ കാണുമ്പോൾ തോന്നിയേക്കാം. പക്ഷേ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതത്ര സുഖകരമാവില്ല. സ്നേഹം അഭിനയിക്കുന്നവർക്ക് നഷ്ടമാകുന്നത് വെറും വാക്ക് മാത്രമാണ്. പക്ഷേ അത് വിശ്വസിച്ച് അഭിനയിക്കാതെ ശരിയായ അർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുക. ഒന്നിൽ കൂടുതൽ പ്രണയങ്ങൾ ഉള്ളവരുണ്ട്. അവർ സാധ്യതയായി ലിവിങ് ടുഗദർ ബന്ധങ്ങളെ കണ്ടേക്കാം. അത് തിരിച്ചറിയേണ്ടതുണ്ട്. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. രണ്ടുപേർക്കും പ്രണയമുള്ള അവസ്ഥയിൽ വിശ്വാസവും പൊസസീവ്നെസ്സും ബന്ധത്തിന് തീവ്രത വർദ്ധിപ്പിക്കും. പക്ഷേ സ്നേഹം ഒരാളിൽ കുറയുന്ന ഇടങ്ങളിൽ പൊസസീവ്നെസ് ഭാരമായി അനുഭവപ്പെടാനും സാധ്യത ഉള്ളതാണ്. പരസ്പരം ഒരേ കാഴ്ചപ്പാടോടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നിടങ്ങളിൽ പൊസസീവ്നെസ് പ്രശ്നമുണ്ടാക്കില്ല. എന്നാൽ ബന്ധങ്ങളിൽ ഈഗോ വന്നു കയറിയാൽ അത് രണ്ടുപേർക്കും പ്രയാസമുണ്ടാക്കും. വാശി കൊണ്ട് തീരുമാനമെടുക്കരുത്. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നിർണായക തീരുമാനങ്ങൾ എടുത്താൽ അത് ഓർത്ത് ഭാവിയിൽ ദുഃഖിക്കേണ്ടതായി വരും. ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുകോപം കൊണ്ട് തിരിച്ചു ചാടാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിയാൽ സന്തോഷം കണ്ടെത്താമെന്ന് കരുതുന്നത് മനുഷ്യനെ സംബന്ധിച്ച് വിഡ്ഢിത്തമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാനുള്ള കരുത്താണ് ആവശ്യമായിട്ടുള്ളത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തേക്കാൾ അതിനെ നേരിട്ട് വിജയിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം. കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവർ കൂടുതൽ മെച്ചപ്പെട്ട ആളെ കണ്ടെത്തിയാൽ ആ ആളുടെ കൂടെ ജീവിക്കാമെന്ന് തീരുമാനിക്കും. എല്ലാറ്റിലും ഉണ്ട് നന്മയും തിന്മയും എല്ലാം. ഇപ്പം നമ്മളെക്കാൾ മികച്ചവരുണ്ട്. നമ്മളെക്കാൾ മികച്ച ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ആളിലേക്ക് ചായാൻ തോന്നുന്ന മനസ്സുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ലിവിങ് ടുഗദറിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേയാൾ അതിൽ തന്നെ നിൽക്കുകയുമാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വർഷം ഒരാളുടെ കൂടെ സഹജീവിതത്തിലായി പിന്നീട് പിരിയേണ്ടി വരുമ്പോൾ നഷ്ടബോധം തോന്നാതിരിക്കുന്നവർ മാത്രമേ ഇങ്ങനെ ഒരു ബന്ധത്തിന് തയ്യാറാകാവൂ. കാരണം ലിവിങ് ടുഗദറിൽ പങ്കാളിയെ മടുക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അടുത്ത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹിതരാകുമ്പോൾ അത് അല്പം ബുദ്ധിമുട്ടാണ്. വെറും വസ്തുവായി സ്ത്രീ പുരുഷന്മാരെ കാണുന്നവരും ഉണ്ട്. അത് സ്ത്രീകളുടെ ഇടയിലുമുണ്ട്, പുരുഷന്മാരുടെ ഇടയിലുമുണ്ട്. കുടുംബമാകുമ്പോൾ പരാതി ഉണ്ടാകുമെങ്കിലും പരസ്പരം ബാധ്യതയുമുണ്ട്. അവിടെ വെറും വസ്തുവായി കാണുന്നതിൽ പരിമിതി വരും. ന്യായമായ കാരണങ്ങളുണ്ടെങ്കിലേ ഉപേക്ഷിക്കാൻ സാധ്യമാകും. അതുകൊണ്ട് തുല്യത വിവാഹത്തിലില്ല എന്നതുകൊണ്ട് ലിവിങ് ടുഗദറിലേക്ക് എടുത്തു ചാടരുത്. സമാന ചിന്താഗതിക്കാർ തമ്മിലാണെങ്കിലേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തുല്യതയോടെയും ജീവിക്കാൻ സാധ്യമാകും. ലോകത്തെക്കുറിച്ച് ധാരണ വന്നതിന് ശേഷം മാത്രമേ ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് സ്ത്രീ പുരുഷന്മാർ ചിന്തിക്കാവൂ. 21 വയസ്സായി എന്നതുകൊണ്ട് അല്ലെങ്കിൽ സമൂഹം കണക്കാക്കുന്ന ഒരു വിവാഹപ്രായമായി എന്നതുകൊണ്ട് ലോകപരിചയവും അറിവും ഉണ്ടാകണമെന്നില്ല. ജീവിക്കാൻ അത് മാത്രം ഒരുപാട് ഘടകങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആവശ്യമാണ്. സഹനം ആവശ്യമാണ്. പൊരുത്തപ്പെടൽ ആവശ്യമാണ്. യോജിച്ച സ്ത്രീയെയും പുരുഷനെയും കണ്ടെത്തേണ്ടതുണ്ട്. വെറും ആകർഷണം മാത്രം കൊണ്ട് ഒരുമിച്ചുള്ള ജീവിതത്തിന് തയ്യാറാകാതിരിക്കുന്നതാണ് സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് നല്ലത്.
അത് വിവാഹമാണെങ്കിലും ലിവിങ് ടുഗദർ ആണെങ്കിലും പ്രണയമാണെങ്കിലും എല്ലാം. അപ്പം ഇത് എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.